നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം വീശിയ UDF അനുകൂല തരംഗം കോഴിക്കോട് ജില്ലയിലും ശക്തമായി അനുഭവപ്പെട്ടു. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഉജ്ജ്വല വിജയം നേടി. കോർപ്പറേഷനിൽ LDFനെ വിറപ്പിച്ചതിന് പിന്നാലെ കാൽ നൂറ്റാണ്ടിലേറെയായി ഇടതുമുന്നണി കുത്തകയാക്കി വെച്ച നിരവധി പഞ്ചായത്തുകൾ UDF പിടിച്ചെടുത്തു. ഇത് ജില്ലയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. കാൽ നൂറ്റാണ്ടിനും അതിനു മുകളിലുമായി ഇടതുമുന്നണി കുത്തകയാക്കി വെച്ചിരുന്ന നിരവധി പഞ്ചായത്തുകളാണ് ഇത്തവണ UDF സ്വന്തമാക്കിയത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 42 പഞ്ചായത്തുകൾ നേടി LDF വ്യക്തമായ ആധിപത്യം പുലർത്തിയിരുന്ന സ്ഥാനത്ത് ഇത്തവണ UDF ആധിപത്യം സ്ഥാപിച്ചു. ഇത്തവണ 38 പഞ്ചായത്തുകളിലാണ് UDF ഭരണമുറപ്പിച്ചത്. അതേസമയം LDFന് 27 പഞ്ചായത്തുകളിൽ മാത്രമാണ് വിജയിക്കാനായത്. 4 പഞ്ചായത്തുകളിൽ ഇരു മുന്നണികൾക്കും തുല്യമായ സീറ്റ് ലഭിച്ചതിനാൽ ഭരണസമിതി ആരെന്ന് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കേണ്ടി വരും. UDFന്റെ വിജയം ഏറ്റവും ശ്രദ്ധേയമായത് ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്നു. 5 പതിറ്റാണ്ടായി ഇടതുമുന്നണി ഭരിച്ചുവെന്ന ബാലുശ്ശേരി പഞ്ചായത്തിൽ അട്ടിമറിയുണ്ടായി. ഷാഫി പറമ്പിലിന് പോലീസ് മർദ്ദനം നേരിട്ടതിലൂടെ ശ്രദ്ധേയമായ പേരാമ്പ്ര പഞ്ചായത്തിൽ 25 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് UDF ഭരണം പിടിച്ചെടുത്തത്. ആകെ 21 വാർഡുകളിൽ 12 സീറ്റുകളിൽ UDFും 8 സീറ്റുകളിൽ LDFും 1 സീറ്റിൽ BJPയുമാണ് വിജയിച്ചത്. മറ്റൊരു പ്രധാന ഇടതുകോട്ടയായ ചക്കിട്ടപ്പാറയിലും 25 വർഷത്തിനു ശേഷം UDF ഭരണം സ്വന്തമാക്കി. ആകെ 16 സീറ്റുകളിൽ 9 ഇടങ്ങളിൽ UDFും 7 സീറ്റിൽ LDFുമായി. 20 വർഷമായി ഇടതുമുന്നണി ഭരിച്ചിരുന്ന കൂത്താളി പഞ്ചായത്തിലും UDF വിജയം വരിച്ചു. ആകെ 14 വാർഡുകളിൽ 10 സീറ്റിലും UDF ആണ് ജയിച്ചത്. കാൽ നൂറ്റാണ്ടായി ഇടതുമുന്നണിക്ക് കുത്തകയായിരുന്ന ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തു. ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിൽ 18 വാർഡുകളിൽ 9 സീറ്റ് UDF നേടി. 30 വർഷമായി LDF കോട്ടയായി മാറിയ മൂടാടി പഞ്ചായത്തിൽ UDF ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് ഒപ്പത്തിനൊപ്പം എത്തി 10-10 എന്ന നിലയിൽ. UDF വിജയം നേടിയ പഞ്ചായത്തുകൾ ഇവയൊക്കെയാണ്: ആയഞ്ചേരി, ബാലുശ്ശേരി, ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, ചെക്കിയാട്, ചേമഞ്ചേരി, ചെങ്ങോട്ടുകാവ്, ചെറുവണ്ണൂർ, കാക്കൂർ, കട്ടിപ്പാറ, കായക്കോടി, കിഴക്കോത്ത്, കോടഞ്ചേരി, കൊടിയത്തൂർ, കൂടരഞ്ഞി, കൂരാച്ചുണ്ട്, കൂത്താളി, കുന്നമംഗലം, കുരുവട്ടൂർ, മടവൂർ, മാവൂർ, നാദാപുരം, നടുവണ്ണൂർ, നരിക്കുനി, ഓമരശ്ശേരി, പേരാമ്പ്ര, പെരുമണ്ണ, പെരുവയൽ, പുറമേരി, പുതുപ്പാടി, തലക്കുളത്തൂർ, താമരശ്ശേരി, തീക്കോടി, തിരുവമ്പാടി, തൂണേരി, തുറയൂർ, ഉണ്ണിക്കുളം, വേളം എന്നിങ്ങനെ. LDF വിജയം നേടിയ പഞ്ചായത്തുകൾ ഇവയൊക്കെയാണ്: അരിക്കുളം, അത്തോളി, ചേളന്നൂർ, ചേറോട്, എടശ്ശേരി, ഏറാമല, കടലുണ്ടി, കാക്കോടി, കാരശ്ശേരി, കാവിലുംപാറ, കായണ, കീഴരിയൂർ, കോട്ടൂർ, കുന്നുമ്മൽ, കുറ്റ്യാടി, മണിയൂർ, മരുതോങ്കര, മേപ്പയ്യൂർ, നരിപ്പറ്റ, നൊച്ചാട്, ഒളിവണ്ണ, പനങ്ങാട്, ഉള്ളിയേരി, വളയം, വാണിമേൽ, വില്യാപ്പള്ളി എന്നിങ്ങനെ. ചുരുക്കത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ വിജയം നിലനിർത്താൻ LDFന് കഴിഞ്ഞെങ്കിലും ജില്ലയുടെ ഗ്രാമീണ മേഖലയിൽ UDF നേടിയ മുന്നേറ്റം ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ 46 വർഷമായി LDF നിലനിർത്തിയിരുന്ന കേവല ഭൂരിപക്ഷ കുത്തകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്നിരിക്കുന്നത്. കോർപ്പറേഷനിൽ LDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തുടരുന്നുണ്ടെങ്കിലും ഭരണം ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ്. കോർപ്പറേഷനിലെ ആകെ സീറ്റുകളുടെ എണ്ണം 77 ആണെന്നിരിക്കെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യ LDFന് നേടാനായില്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 51 സീറ്റുകൾ ഉണ്ടായിരുന്ന LDF ഇത്തവണ 34 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. ഇത് 17 സീറ്റുകളുടെ കുറവാണ്. അതേസമയം കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും LDF UDFന്റെ സീറ്റുകൾ വ്യത്യാസം ഇങ്ങനെ: LDF ഇത്തവണ 34 സീറ്റുകൾ, കഴിഞ്ഞ തവണ 51 ആയിരുന്നു. UDF 26 സീറ്റുകൾ, കഴിഞ്ഞ തവണ ഇത് 17 ആയിരുന്നു. NDA 14 സീറ്റുകൾ, കഴിഞ്ഞ തവണ ഇത് 7 ആയിരുന്നു. മറ്റുള്ളവർ 3 സീറ്റുകൾ, കഴിഞ്ഞ തവണ ഇത് 5 ആയിരുന്നു. UDF 9 സീറ്റുകളും NDA 6 സീറ്റുകളും അധികം നേടി ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചതാണ് LDFന് ഭൂരിപക്ഷം നഷ്ടമാവാൻ കാരണം. LDFന്റെയും UDFന്റെയും മേയർ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. LDF മേയർ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് മീഞ്ചന്ത വാർഡിൽ പരാജയപ്പെട്ടു. UDF മേയർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PN നിയാസ് പാറോപ്പടിയിൽ പരാജയപ്പെട്ടു. അതേസമയം NDAയുടെ മേയർ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് കാരപ്പറമ്പിൽ നിന്ന് ഹാട്രിക് വിജയം നേടി. ഏറ്റവും വലിയ ഒറ്റകക്ഷി LDF ആണെങ്കിലും കോർപ്പറേഷനിൽ വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും ഇല്ലാത്തതിനാൽ ഭരണം ആർക്കെന്ന് ഇനി നിർണായകമാകും. BJP നേടിയ 14 സീറ്റുകൾ കോർപ്പറേഷൻ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. BJP UDFനൊപ്പം ചേർന്നാൽ കോർപ്പറേഷനിൽ LDFന് ഭരണം നഷ്ടമായേക്കും. അതേസമയം നഷ്ടപ്പെട്ട കോട്ടകളും നേടിയ വാർഡുകളും ഇങ്ങനെ: LDFന് 55-ാം വാർഡായ പയ്യനാക്കൽ, 58-ാം വാർഡായ മുഖദാർ അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങൾ നഷ്ടമായി. കഴിഞ്ഞ തവണ BJP വിജയിച്ച മീഞ്ചന്ത വാർഡ് UDF പിടിച്ചെടുത്തു. UDF മേയർ സ്ഥാനാർത്ഥി PM നിയാസ് മത്സരിച്ച പാറോപ്പടി വാർഡ് ഇത്തവണ BJP നേടി. നിലവിലെ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് മത്സരിച്ച് വിജയിച്ച പൊറ്റമ്മൽ വാർഡിൽ NDA സ്ഥാനാർത്ഥി T റനീഷ് വിജയിച്ചു. കന്നിയംഗത്തിനിറങ്ങിയ ലീഗ് സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ കുറ്റിച്ചിറ വാർഡിൽ നിന്ന് മികച്ച വിജയം നേടി ശ്രദ്ധേയമായി. കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി ഇടതുമുന്നണി ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കഴിഞ്ഞ തവണ ആകെയുള്ള 75 സീറ്റിൽ 49 നേടിയാണ് അവർ കഴിഞ്ഞ തവണ ഭരണം നിലനിർത്തിയത്. ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഇത്തവണ LDFനെ അലട്ടിയത്. കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണത്തിൽ അഴിമതി വ്യാപകമായെന്ന പരാതി CPM അനുഭാവികൾക്കുൾപ്പെടെ ഉണ്ടായിരുന്നു.